കേട്ടോ മോനെ? ആയിഷ ബീവിയോട് ചോദിക്കാം, മുഹമ്മദ് നബി സാധാരണ ആളാ? ഇപ്പൊ നമ്മളോട് നമ്മുടെ ഭാര്യമാർക്ക് സ്നേഹമൊക്കെ ഉണ്ടാവും, നമുക്ക് ഭാര്യമാരോടും ഉണ്ട്. പക്ഷെ ഒരു കാര്യം, ആ സ്നേഹത്തിനൊക്കെ ചില ലിമിറ്റുകളുണ്ട്. ചില ടൈമിൽ ചിലപ്പോൾ ഭാര്യക്കും ഭർത്താവിനോടും കുറച്ച് പ്രത്യേക സ്നേഹമൊക്കെ തോന്നിക്കളയാം, എല്ലപ്പോഴും ഉണ്ടാവില്ല. ലിമിറ്റ്. ഉദാഹരണം, ഫോർ എക്സാമ്പിൾ, ഭാര്യ ബ്രഷ് ചെയ്യുന്ന ടൂത്ത് ബ്രഷ് അറിയാതെ ഭർത്താവ് എടുത്ത് വായയിലിട്ട് നേരം വിളിക്കുമ്പോ കറണ്ട് ഉണ്ടായിരുന്നില്ല, ബാത്റൂമിൽ നിന്ന് ഒരു ബ്രഷ് കിട്ടി, കുറച്ച് പേസ്റ്റും കിട്ടി, ഇങ്ങനെ ആക്കുമ്പോഴാണ് ഭാര്യ വന്നിട്ട് നോക്കുമേ, എന്റെ ബ്രഷ് എടുത്തിട്ടാ നിങ്ങളിപ്പോ പുതിയാലോപ്പിക്കണത്. ഭാര്യ ചോദിച്ചു, എന്ത് പണിയാ നിങ്ങൾ ചെയ്തത്? എന്റെ ബ്രഷ് എടുത്തിട്ടാ നിങ്ങൾക്ക് പല്ലിയാക്കാൻ കണ്ടുള്ളൂ. അപ്പൊ ഭർത്താവ് പറയും, വായ കേടന്നത്തെ എല്ലാം പോയി അല്ലേ? വലിയൊരു ശതമാനം ഭാര്യ ഭർത്താക്കന്മാരും അങ്ങനെ. ഭാര്യയുടെ വായലിന്റെ ബ്രഷ് കൊണ്ട് ഭർത്താവിന് ബ്രഷ് ചെയ്യാൻ വിഷമം, ഭർത്താവിന്റെ വായ വൃത്തിയാക്കുന്ന ബ്രഷ് കൊണ്ട് വായ വൃത്തിയാക്കാൻ ഭാര്യക്ക് വിഷമം. എന്നാ ആയിഷ ബീവി എന്താ പറയുന്നത് നോക്ക്. 17 വയസ്സുള്ള ആയിഷ ബീവി 63 വയസ്സുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി പല്ല് തേച്ചു വെക്കുന്ന അറാഖ് എന്ന് പറയുന്ന മരക്കഷ്ണം എടുത്തിട്ട് ആയിഷ ബീബി പറയാണ്, കഴുകാതെ ഞാൻ വായ തേക്കും. എന്തിന്? റസൂലുള്ളാന്റെ ബറക്കത്ത് കിട്ടാൻ. ആയിഷ ബീവിക്ക് അറിയാം റസൂലുള്ള ആരാണ്. നമ്മൾ മൊയ്ലിയാരാണ് ഞാൻ, പിന്നെ ബാക്ക്വേർഡ് കമ്മീഷന്റെ മെമ്പറുമാണ്, നിങ്ങൾ ആളാണ്, റഫീഖ് അഹമ്മദ് സക്കാഫി സ്ഥാപനം നടത്തുന്ന ആളാണ്. ഇതൊക്കെ ശരിയാ. പക്ഷെ നമ്മുടെ ഭാര്യയുടെ അടുത്ത് നമുക്കൊരു സ്റ്റാറ്റസ് ഉണ്ട്. നിങ്ങൾ ഏത് കമ്മീഷൻ ആയാലും, നിങ്ങൾ ഏത് ജനറൽ സെക്രട്ടറി ആയാലും, ഭാര്യന്റെ അടുത്ത് നമുക്കൊക്കെ നമ്മുടെയൊക്കെ എല്ലാ വീക്ക്നെസ്സുകളും അവിടെ സുതാര്യാണ്. ഭാര്യയുടെ എല്ലാ വീക്ക്നെസ്സും നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ ആകത്തുക ഭാര്യയുടെ അടുത്തിരിക്കുന്നുണ്ട്. നമ്മളെല്ലാം മനസ്സിലാക്കിയവരാ അവര്. അത് എല്ലാം റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയ ആയിഷ ബീവിക്ക് എന്നും റസൂലുള്ളാഹിന്റെ ബ്രഷ് എടുത്ത് ബർക്കത്തിന് വേണ്ടി തേക്കണം. അതാ മുഹമ്മദ് മുസ്തഫ. ഒരു സാധാരണ വ്യക്തിയായിരുന്നു മുഹമ്മദ് നബി എങ്കില് ഭർത്താവിന്റെ ബ്രഷ് എടുത്ത് വായിൽ ബർക്കത്തിന് വേണ്ടി എന്നും 17 വയസ്സുള്ള ആയിഷ ബീവി തേക്കോ? ആയിഷ ബീവി നിങ്ങൾ വിചാരിച്ച പോലെ നാലുകാലിന്റെ പെണ്ണൊന്നല്ല. ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതയാണ് ആയിഷ എന്ന് ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് 2500 ഹദീസ് അതിന്റെ സനദടക്കം റിപ്പോർട്ട് ചെയ്ത ലോകത്തിലെ പണ്ഡിത എന്ന പേര് നേടിയ പെണ്ണ് ആയിഷ ബീവിയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി ശരിക്കും മനസ്സിലാക്കിയവളാ കേട്ടോ. ആയിഷ ബീവി അങ്ങനത്തെ പൊട്ടാപ്പറിച്ച് പറയുന്ന ആളൊന്നല്ല. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലും ആയിഷ ബീവിയും തമ്മിൽ വീട്ടിൽ ഉറങ്ങുന്ന സമയം റസൂലുള്ള പാതിരാത്രിയായപ്പോ റസൂലുള്ളാഹിനെ കാണാനില്ല വിരിപ്പില്. അപ്പൊ റസൂലുള്ളാഹിക്ക് വേറെയും ഭാര്യമാരൊക്കെ ഉണ്ടല്ലോ, 11 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പഠിച്ചിട്ടില്ലേ നമ്മള്? ഇടമറുക്ക് എണ്ണി വെക്കുമ്പോ 12 കണ്ടു. മുഹമ്മദ് നബിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഇൻസൾട്ട് ചെയ്യാൻ നടക്കല്ലേ. ചില കുട്ടി മൈക്രോസ്കോപ്പ് വെച്ചിരിക്കല്ലേ, എന്തെങ്കിലും ഒരു വീണ് കിട്ടിയാൽ മതി എടുത്ത് അടിക്കാൻ ചിട്ട്. ഇടമറുക്ക് ഈ ഭാര്യമാരുടെ തിരിച്ചു മറിച്ചും വായിച്ചു. ഖുർആൻ ഒരു വിമർശന പഠനം എന്ന പുസ്തകത്തിന്റെ 53-ാമത്തെ പേജിൽ ഇപ്പോഴും ഉണ്ട് ആ സഫാത്ത്. അയാൾ എഴുതി, മുഹമ്മദ് നബിക്ക് 12 ഭാര്യയുണ്ട്. 1 ഖദീജ, 2 ആയിഷ, ഹഫ്സ, സൗദ, സഫിയ, മൈമുന, റംല, ഇങ്ങനെ പറഞ്ഞു 11 മാരിയ, ഫുൾ സ്റ്റോപ്പ്. 12 തുൽഖബിത്തിയ. ഇങ്ങനെ സാധനങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്നേ വരെ തുൽഖബിത്തിയ എന്ന് പറഞ്ഞൊരു പേര് കേട്ടിട്ടില്ല. സംഗതി എന്താ സംഭവം അറിയോ? മാരിയത്തുൽ ഖിബ്തിയ എന്ന ഒരു സ്ത്രീ റസൂലുള്ളാഹിന്റെ ഭാര്യയായിട്ടുണ്ട്. മഹത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ടവരവര്. മാരിയത്തുൽ ഖിബ്തിയ. ഇടമർക്ക് ഇത് വായിച്ചു നോക്കുമ്പോ തോന്നി, ഇത്ര വലിയ പേരൊക്കെ ഒരാൾക്ക് ഉണ്ടാവുമോ? അപ്പൊ ഇതെന്തോ ഒരു അട്ടിമറിയ, 2 എണ്ണാക്കി. മൂപ്പര് 11 മാരിയ, 12 തുൽഖബിത്തിയ. കണ്ടോകള്, മുഹമ്മദ് നബിനെ വിമർശിച്ച ആധികാരിക വിമർശകന്മാരായി ഇവര്. മുഹമ്മദ് നബി 11 പെണ്ണ് കെട്ടി എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ പെരുമ്പറ അടിച്ചവരായി ഇവര്. അവരോട് നമുക്ക് നീതിയുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട് ചോദിക്കാം, മുഹമ്മദ് നബിയുടെ കല്യാണത്തിന്റെ ഓരോരുത്തന്റെ ചരിത്രം അറിയണം. അള്ളാഹുവിന്റെ റസൂൽ ആകെ കെട്ടിയ ഒരു കന്യക ആയിഷയാണ്. 25-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹിന്റെ സൗന്ദര്യം കണ്ടിട്ട് മക്കത്തെ പെൺകുട്ടികൾ വന്നിട്ട്, നമ്മുടെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഐ ലവ് യു മുഹമ്മദ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്നെ കല്യാണം കഴിക്കുമെന്ന് ഇങ്ങനെ ചോദിക്കുക. റസൂലെ, എനിക്ക് നിങ്ങളോട് പ്രേമാണ്. മക്കത്തുനിന്നൊരു പെണ്ണ് പറഞ്ഞു, എനിക്ക് കെട്ടാൻ പറ്റുമോ? പറ്റില്ല മോളെ പറഞ്ഞു.
മദീനയിലുള്ളപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിങ്ങളെ പ്രേമാണ്, ഞങ്ങളുടെ കൂടെ നിന്ന് വന്ന് ഇരിക്കട്ടെ, ഞങ്ങളുടെ കൂടെ നിന്ന് വന്ന് നിസ്കരിക്കട്ടെ, ഞങ്ങളുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കട്ടെ. നബി പറഞ്ഞു, വീട് മതി, നിന്റെ ഭർത്താവിന്റെ അടുത്ത് പോ, നീ വേണ്ടാത്ത ആഗ്രഹമൊന്നും പറയല്ലേ. അള്ളാഹുവിന്റെ റസൂലിന്റെ സൗന്ദര്യം കണ്ടിട്ട് ആയിഷ പോലും ഞെട്ടിപ്പോയി. ആയിഷ പറയാണ്, അള്ളാഹിന്റെ റസൂലിന്റെ ഹൽക്കിലൂടെ വെള്ളം കുടിക്കുമ്പോ സ്ഫടികപാത്രത്തിലൂടെ വെള്ളം ഇറങ്ങിപ്പോകുന്നത് പോലെ, റസൂലുള്ള കുടിക്കുന്ന വെള്ളം ഗ്ലാസിലൂടെ വെള്ളം ഇറങ്ങിപ്പോണ പോലെ ഹൽക്കിലൂടെ വെള്ളം പോകുന്നത് കാണാമായിരുന്നു. തറ സൗന്ദര്യ റസൂലുള്ളാഹി എന്ന് ആയിഷ ബീവി പറഞ്ഞത്. ചില്ലറക്കാരനല്ല. യൂസുഫ് നബിയുടെ 10 ഇരട്ടി സൗന്ദര്യം അള്ളാഹുവിന്റെ റസൂലിനെ നൽകിയിട്ടുണ്ട് എന്ന് റസൂലുള്ള തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ ശരിക്കും മനസ്സിലാക്കിയ സ്ത്രീയാ. കാര്യം കുറച്ചു കാലേ കിട്ടിയില്ലെങ്കിൽ എല്ലാ കാലം കൊണ്ട് ശരിക്കും മനസ്സിലാക്കി. ആയിഷ ബീവിയും റസൂലും തമ്മിൽ ഒരു വീട്ടിൽ ഉറങ്ങുകയാണ് കേട്ടോ. 11 ഭാര്യമാരൊക്കെ നബി കെട്ടിയത് പെണ്ണ് കെട്ടാൻ പോകണ്ടായിട്ടല്ലാട്ട മോനെ. ഖദീജ ബീവിനെ മാത്രമാണ് ശരിക്കും കെട്ടിയത്. അതും ഖദീജ ബീവി ഇങ്ങോട്ട് വന്ന് പറയാ, നിങ്ങൾ ഇന്നെ കെട്ടണോന്ന്. ഖദീജ ബീവിനെ കെട്ടാൻ വേണ്ടി നടന്നിരുന്ന ആൾക്കാരൊക്കെ അബൂജാഹിൽ, ഉത്ബത്ത്, ഷൈബത്ത്, ഇവർക്കൊക്കെ ആ ഒരു കണ്ണുണ്ടായിരുന്നു. ഖദീജനെ കിട്ടിയാൽ തരക്കടില്ല. കാരണം പെരുത്ത് പണമുണ്ട്, അത്ര തന്നെ മൊഞ്ചുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, പണമുണ്ട്. അതുകൊണ്ട് ഖദീജനെ എനിക്ക് കിട്ടണം. കോടീശ്വരന്മാർ ആഗ്രഹം വെച്ചപ്പോ ഷാമിലേക്ക് നബിയുടെ കൂടെ കച്ചവടത്തിന് കൊണ്ടുപോയി ഖദീജ ബീബി നബിനെ. അന്ന് അല്ലമീന നബിയായിട്ടില്ല. അപ്പോഴാണ് ഖദീജ ഞെട്ടിയത്. റസൂലുള്ള നടക്കുന്ന വഴിയിലൂടെ ആകാശമേഘങ്ങളോടി വന്ന് അല്ലാഹുവിന്റെ റസൂലിന് മേഘങ്ങൾ വന്നുകൊണ്ട് തണലിട്ട് കൊടുക്കുകയാണ്. അള്ളാന്റെ റസൂല് നടക്കുമ്പോ റസൂലുള്ളാന്റെ കാല് ഭൂമിയിൽ തട്ടുന്നില്ല. റസൂലുള്ളാഹിക്ക് ആകാശത്തിലുള്ള മേഘങ്ങൾ വന്ന് തണലിട്ട് കൊടുക്കുകയാണ്. ഇത് ആയിഷാന്റെ ഖദീജാന്റെ കണ്ണുകൊണ്ട് കാണുകയാണ്. ഖദീജ വന്ന ഉടനെ തന്നെ പറഞ്ഞു, എനിക്ക് മുഹമ്മദ് ഭർത്താവ് മതി. മുഹമ്മദ് ആരാണെന്ന് ഖദീജ ബീവി ആദ്യം മനസ്സിലാക്കണത്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കൂട്ടത്തിൽ നിന്ന് ആദ്യമായി മുസ്ലിമായത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഖദീജ ബീവി വളരെ നേരത്തെ മനസ്സിലാക്കി അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് നബിയാണെന്ന്. അതിനൊരുപാട് തെളിവുകൾ അവർ ശേഖരിച്ചു. അതുകൊണ്ടല്ലേ ഹിറാ ഗുഹയിൽ പോയിട്ട് തപസ്സിരിക്കുമ്പോ, ധ്യാനത്തിലിരിക്കുമ്പോ ഖദീജ ബീവി ഇവിടെ കച്ചവടം നടത്തി കായുണ്ടാക്കുക, വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കുക. കച്ചവടമൊക്കെ നടത്തി വീട്ടിലേക്കുള്ള സാധനം മേടിച്ചു വന്ന് രാത്രി വന്ന ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് റസൂലുള്ളാഹി തങ്ങൾക്കുള്ള ഭക്ഷണം ഒരു പാത്രത്തിൽ നിറച്ചിട്ട് മക്കത്തുനിന്ന് ഹിറാ ഗുഹയുടെ മുകളിലേക്ക് ഇപ്പൊ എത്ര കിലോമീറ്ററാന്ന് അറിയോ നിങ്ങള്? 8, 9, 10. ഹിറാ ഗുഹ രാവിലെ സുബഹിസ്കരിച്ച് കയറാൻ തുടങ്ങിയ അങ്ങ് ദുഹാടെ സമയം കഴിയും കൊല്ലത്താൻ. അവിടുന്ന് കീപ്പോട്ട് വരുമ്പോഴേക്കും മക്കത്തെ പള്ളിയിൽ ലോഹർ ജമാഅത്ത് കഴിഞ്ഞിരിക്കും. ആ പർവ്വതം ഇപ്പൊന്ന് കയറാൻ. അപ്പൊ 1400 കൊല്ലം മുമ്പേ അള്ളാന്റെ റസൂലിന് നേരം വെളുക്കുമ്പോ ഭക്ഷണോട്ടാണ് പോയ ആ മലയുടെ മുകളിൽ പോയി റസൂലുള്ളാഹിക്ക് ഭക്ഷണം കൊടുക്കും. വൈകുന്നേരം വന്നാലും റസൂലുള്ളാഹിക്ക് 2 നേരവും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്ന റസൂലുള്ളാഹിനെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച ബീവി ഖദീജത്തുൽ കുബ്ര. അതുകൊണ്ടാണ് റസൂലുള്ള പറയാണ്, ഖദീജ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പെണ്ണാണ്. ഖദീജ എന്ന് പറയുമ്പോ അള്ളാഹിന്റെ റസൂലിന്റെ 2 കണ്ണും അങ്ങ് നിറയായിരുന്നു. ഇത് കണ്ടപ്പോ ആയിഷ ബീവിക്ക് ദേഷ്യം പിടിച്ചു. പെണ്ണുങ്ങൾക്ക് ആരായാലും ദേഷ്യം വരും. ഒരു പെണ്ണിനെ പറ്റി നല്ലത് പറയുമ്പോ മറ്റേ പെണ്ണിന് ദേഷ്യം. അത് നാച്ചുറലാ. ആയിഷ ബീവിയൊക്കെ സാധാരണക്കാരത്തിയാണ്, ബിച്ചിയൊന്നും അല്ലല്ലോ. പക്ഷെ നമ്മളെ പോലെയല്ല, വലിയ കാറ്റഗറി ഉള്ളവരാ. അതുകൊണ്ട് ഖദീജ നല്ല പെണ്ണാന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ ആയിഷ ഒരു ചോദ്യം, നബി എന്തെങ്കിലും ഇങ്ങനെ പറയണം, നിന്നെക്കാട്ടിലും നല്ല പെണ്ണ ഖദീജ? അതെ ആയിഷ, നിന്നേക്കാൾ നല്ല പെണ്ണ. അപ്പൊ ആയിഷ ബീവി ചോദിക്കുകയാണ്, പിന്നെ 40ാമത്തെ വയസ്സിൽ നിങ്ങൾ ഖദീജക്ക് 40 ഉള്ളപ്പോഴല്ലേ കെട്ടിയത്? നിങ്ങൾക്ക് 25. അന്ന് ഖദീജാനെ 2 ഭർത്താക്കന്മാര് കല്യാണം കഴിച്ച് ഡൈവേഴ്സ് ചെയ്തിട്ട് 1, 2 കുട്ടികൾ ഖദീജക്ക് ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. നിങ്ങൾ ഖദീജാനെ കെട്ടുമ്പോ ഖദീജയുടെ മുടി അവിടെ നരച്ചിരുന്നില്ലേ? നരച്ചിരുന്നു. നിങ്ങൾ ഖദീജ ബീവിനെ കെട്ടുമ്പോ ഖദീജ ബീവിയുടെ തൊലിയല്ല അവിടെ ചുളിഞ്ഞിരുന്നില്ലേ? ചുളിഞ്ഞിരുന്നു. എന്നിട്ട് ആ ഖദീജ നിങ്ങൾക്ക് പ്രിയം വെച്ചോള്. നിങ്ങൾ ഇന്നെ കെട്ടിയതെപ്പോഴാ? 7ാമത്തെ വയസ്സില്. ഞാൻ നിങ്ങളും ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നതെപ്പോഴാ? 9ാമത്തെ വയസ്സില്. റസൂലുള്ള വഫാത്താകുമ്പോ ആയിഷ ബീവിയുടെ പ്രായം എത്ര? 17 വയസ്സ്, +2 വിദ്യാർത്ഥിനിയുടെ പ്രായം. നിങ്ങളുടെ ഭാര്യമാരില് കന്യകാത്വം നഷ്ടപ്പെടാത്ത ഏക പെണ്ണ് ആരായിരുന്നു? നീ തന്നെ. ഇനി നബി പറയേ, ആരോടാ നിങ്ങൾക്ക് സ്നേഹം? എനിക്ക് ഖദീജയുടെ തന്നെ. ഇത് കേട്ടപ്പോ ആയിഷ ബീവി കരഞ്ഞുപോയി.
ആയിഷ ബീവി അങ്ങ് കരഞ്ഞു. കാരണം കരച്ചിൽ വരും, റസൂലിന്റെ സ്നേഹം കിട്ടാൻ അവരിപ്പോ ഈ ഭാര്യയായിട്ട് നടക്കണത്. നാളെ സ്വർഗത്തിലെ കഥ അവർക്ക് വലുത്, ദുന്യാവല്ലല്ലോ. അപ്പൊ റസൂലുള്ളാഹിക്ക് എന്നോട് ഏറ്റവും സ്നേഹമുണ്ട് 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 എന്ന് പറയണം. അതിനു വേണ്ടിയാ ആയിഷ ബീവി ഇതൊക്കെ ചോദിച്ചത്. ഇത് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, ഖദീജ ആരാണെന്ന് നിനക്കറിയോ? ഖദീജയുടെ മഹത്വം നിങ്ങൾക്കറിയോ? മക്കയിലെ കോടീശ്വരത്തിയായിരുന്ന ഖദീജ, അവളുടെ സകല സമ്പത്തുകളും ആടുമാട് ഒട്ടകങ്ങളും ഈത്തപ്പനക്കാരക്കത്തോട്ടങ്ങളുമൊക്കെ അള്ളാഹുവിന്റെ റസൂലായ എനിക്ക് വേണ്ടി ധർമ്മം ചെയ്യുകയും ആ പണം മുഴുവൻ ഞാൻ ഇസ്ലാമിന് വേണ്ടി ദാനം ചെയ്യുകയും ചെയ്തു. അവസാനം മരിക്കാൻ കാലത്ത് ഖദീജ ബീവിക്ക് നേരെ മക്കയിലുള്ള ആളുകൾ, കാഫിരീങ്ങൾ ഉപരോധം ഏർപ്പെടുത്തി. മുഹമ്മദിന് വെള്ളം കൊടുക്കാൻ പാടില്ല, കുടുംബത്തിന് വെള്ളം കൊടുക്കാൻ പാടില്ല. അതേ റസൂലുള്ളാഹിനെ ഉപരോധം ഏർപ്പെടുത്തിയ സമയത്താണ് ഖദീജ ബീവി രോഗബാധിതയാകുന്നത്. ഒരു തുള്ളി വെള്ളം കിട്ടാതെ വിഷമിച്ചു കിടക്കുകയാണ് ലോകകോടീശ്വരത്തിയായിരുന്ന ഖദീജ, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഖദീജ. ഖദീജ റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഭർത്താവേ, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടണം, വെള്ളം തീർന്നു പോയി, കാഫിരീങ്ങൾ വെള്ളം കൊടുക്കുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ പറഞ്ഞയച്ച് മക്കയുടെ മലമുകളിൽ കയറിയിട്ട് ഉണക്കപ്പുല്ല് വലിച്ചു കൊണ്ടുവന്നത് കുത്തിപ്പീഞ്ഞ് ചാറെടുത്തിട്ട് ആ ചാറാണ് ഖദീജക്ക് കുടിക്കാൻ കൊടുത്തത്. ലോക കോടീശ്വരത്തിയായ ഖദീജ, ഇസ്ലാമിന് സർവ്വതും തന്ന ഖദീജ, എനിക്ക് സർവ്വ മക്കളെയും തന്ന ഖദീജ, ഫാത്തിമാനെ എനിക്ക് തന്ന ഖദീജ, സൈനബാനെ എനിക്ക് തന്ന ഖദീജ. ആ ഖദീജാനെ മറക്കാൻ പറ്റുമോ? ഇതങ്ങ് കേട്ടപ്പോ ആയിഷ ബീവി രണ്ട് കണ്ണിലും ധാരധാരയായി വെള്ളം ഒലിപ്പിച്ചു പറഞ്ഞു, റസൂലേ, ഇത്ര വലിയ ത്യാഗം ഖദീജ ചെയ്തത് എനിക്കും അറിയുമായിരുന്നില്ല. ആ ഖദീജയുടെ ചോടെ തന്നെയാണ് എന്റെ സ്ഥാനം. ഞാനും ഖദീജാനെ പ്രിയം വെക്കുന്നു. ബീവി ആയിഷത്തു സിദ്ദീഖ, ആ ഖദീജ ബീവിയെ ഒന്ന് സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ പാവപ്പെട്ട നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ.